ഇപ്പം മദ്രസ്ക്ക് കുട്ടികളെ കൊണ്ടാക്കൽ എൻ്റെ ഡ്യൂട്ടി ആവുകൊണ്ട് രാവിലെ അവരെ കൊണ്ടാക്കി നേരെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. കാരണം മറ്റൊന്നുമല്ല കേട്ടോ, കുഞ്ഞാക്കാക്ക് ഭയങ്കര കുറച്ച് പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി ടോക്കൺ എടുത്ത് വന്നാൽ പിന്നെ നമുക്ക് ആ ഒരു ടൈമിൽ പോയാൽ മതിയല്ലോ. നേരത്തെ പോയതുകൊണ്ട് തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ടോക്കനൊക്കെ എടുത്ത് ഞാൻ നേരെ വീട്ടിലെത്തി. ഇപ്പം വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ. അങ്ങനെ അതാ പിറ്റേ ദിവസമായപ്പോൾ ഒരു പോകാനായിട്ട് നിൽക്കുകയാണ്. കുഞ്ഞാക്കാൻ്റെ പനിയും കൂടെ അറിഞ്ഞിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. കുഞ്ഞാക്കാനെയും കൂടി കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങളോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഓല് രണ്ടുപേരും ഇറങ്ങാൻ കേട്ടോ. അപ്പോഴേക്കും ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. ഫാദിക്കുട്ടി അവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതവിടെ അങ്ങനെ നിന്ന് നോക്കുന്നത്. പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും കുഞ്ഞിനെ കാണാൻ പുതിയവണ്. അതായത് എൻ്റെ ഉമ്മാനെ കുഞ്ഞിന്നാണ് കേട്ടോ എന്നെ വിളിക്കാറുള്ളത്. പിന്നെ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം ഉമ്മ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കയ്യിൽ പൈസ കൊടുക്കാറുണ്ട്. ആ പൈസക്ക് അപ്പം തന്നെ പോയി കുറച്ച് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് അത് ഇതാ കൂട്ടിയിട്ടും കുഴച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ ക്ലാസ്സിലാക്കി കുടിക്കുകയാണ് കേട്ടോ. ഇവൻ്റെ സച്ചൂരി സ്ഥിരം പരിപാടിയാണ് കേട്ടോ. പാല്, ബൂസ്റ്റ്, മിഠായി, മഞ്ച് ഇതൊക്കെ പാടെ അങ്ങോട്ട് ഒഴിക്കും ക്ലാസ്സിലോട്ട്. എന്നിട്ട് അങ്ങോട്ട് ഷെയ്ക്കാക്കും. നല്ല പോലെ കുടിക്കും. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. ഇത് ഫാത്തിക്കുട്ടൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചൊരു സംഭവമാണ് കേട്ടോ. അങ്ങനെ അതാര് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഉച്ചക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ. ഇന്ന് തക്കാളിക്കറി, അതുപോലെ മുരിങ്ങക്കായ ഉപ്പേരിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്കിന്ന് ഉച്ചക്കുള്ള സംഭവങ്ങൾ. പിന്നെ സച്ചുവിന് കൊടുത്തിട്ടുള്ള ക്യാഷിന് അവനതായി ഒരു ചൈനീസ് നൂഡിൽസ് ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ ഹോസ്പിറ്റലിലേക്ക് ടോക്കൺ എടുക്കാൻ പോയ ടൈമിൽ ഉമ്മ ചപ്പാത്തി കൂടെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ വന്നിട്ട് പഴം പുഴുങ്ങിയതും ചപ്പാത്തിയും ചായയൊക്കെ കുടിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഫുൾ ഒരു ഓട്ടപ്പാച്ചിലാണ്. മദ്രസയിൽ എനിക്ക് മീറ്റിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സിഗ്നലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇന്ന് സച്ചുവിനെ ട്യൂഷന് ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. 10 മണിക്ക് ഞാൻ വരും. അപ്പോഴേക്ക് കുളിച്ച് മാറ്റി ഒരുങ്ങി നിന്നോന്നാണ് ആ പറയുന്നത്. ടീസിൻ്റെ കാര്യം ശരിയാക്കാൻ വേണ്ടിയിട്ട് 1-2 വട്ടം കൂടെ സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അങ്ങനെ അതാ ഞാൻ നേരെ മീറ്റിങ്ങിന് പോകും. അത് കഴിഞ്ഞ് നേരെ അവന് ട്യൂഷൻ സെൻറ്ററിലേക്ക് വിട്ടു കേട്ടോ. എന്നിട്ട് എനിക്ക് കുറച്ച് ഫോട്ടോസ്റ്റാറ്റും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു. അങ്ങനെ അതാ നേരെ വീട്ടിലെത്തി. അപ്പോഴാണ് ഫാദിക്കുട്ടി ഇത് കഴിക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ കുറച്ച് എനിക്കും എന്താന്ന് പറഞ്ഞപ്പോൾ അതും തന്നു, അതും കഴിച്ചു. പിന്നെ കുഞ്ഞാക്കാനെയും കൊണ്ട് ഉമ്മയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ അതാ നേരെ സ്കൂളിൽ പോകുക. ഇനിയിപ്പോൾ നേരെ സ്കൂളിൽ പോകണം, TC വാങ്ങണം, മറ്റേ സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കണം. ഇതൊക്കെ അന്നത്തെ ഡ്യൂട്ടിയാണ് കേട്ടോ. അങ്ങനെ അതാ ഓട്ടോ വിളിച്ചിട്ട് ഇതാ നേരെ പോയിട്ടോ. ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പെട്ടെന്ന് തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സ്കൂളിലും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മൾ അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെ TC വാങ്ങി ഞാൻ നേരെ സ്കൂളിലെത്തി. അവിടെ ചെന്നപ്പോൾ ആ റൗണ്ട് സീൽ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിട്ടു കേട്ടോ. വീണ്ടും ആ സ്കൂളിൽ പോയി റൗണ്ട് സീൽ വാങ്ങിയിട്ട് വീണ്ടും നമ്മളിവിടെ സ്കൂളിലെത്തിയിട്ട് അതൊക്കെ കൊടുത്തു. പിന്നെ വന്നൊരു കറി വെക്കലും ചിക്കൻ പൊരിയും ഇതൊക്കെ ആയിരുന്നു കേട്ടോ രാത്രിക്ക്. പിന്നെ ഒരു റംബൂട്ടാനും കഴിച്ചു, ചോറും കഴിച്ചു. ഇന്നത്തെ ഡേ ഇത്രയേ ഉള്ളൂ കേട്ടോ.